നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് UK ലൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ നമ്മൾ കാത്തിരുന്ന എമ്പുരാൻ സിനിമ റിലീസായിരിക്കുന്നു. ഇന്നലെ രാവിലെ മുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ റിവ്യൂസ് പലതും നോക്കിയിരുന്നു. വളരെ പോസിറ്റീവായിട്ടും വളരെ എക്സൈറ്റഡ് ആയിട്ടുമാണ് ആപാലവൃത്തം ജനങ്ങൾ ഈ സിനിമയോട് പ്രതികരിക്കുന്നതായിട്ട് കണ്ടത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഈ സിനിമയ്ക്കെതിരെ വളരെ വ്യാപകമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടക്കുന്നത് ഞാൻ കണ്ടു. പല യൂട്യൂബേഴ്സും പറയുന്നുണ്ടായിരുന്നു അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചൊരു സിനിമയായിരുന്നില്ല. ചിലർ പറഞ്ഞത് ലൂസിഫർ എന്ന ആദ്യ ഭാഗമായിരുന്നു ഇതിനേക്കാൾ വളരെ മികച്ചത്. കഥാപരിസരവും കാര്യങ്ങളെല്ലാം അവർക്ക് വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ലൂസിഫർ. എമ്പുരാൻ വന്നപ്പോൾ അത് വെറും ഒരു മസാല പോലെ, അല്ലെങ്കിൽ കഥയൊന്നുമില്ലാതെ കുറേ ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളും മാത്രമായിട്ട് ഒതുങ്ങിപ്പോയെന്നുള്ള രീതിയിലും അങ്ങനെ മിക്സഡ് റിവ്യൂസാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇന്നലെ വൈകിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. ഇന്നലെ വൈകിട്ട് 8 മണിക്കായിരുന്നു ഇവിടുത്തെ ഷോയിൽ. കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മിഡ് നൈറ്റ് കഴിഞ്ഞിരുന്നു. അതാണ് വീഡിയോ ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആയത്. ഇനി ഇങ്ങനെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ലെന്നറിയാം. ഓൾറെഡി പലരും സിനിമ കണ്ടു, പല റിവ്യൂസ് പല കോണിൽ നിന്ന് വന്നു കഴിഞ്ഞു. എന്നാലും ഈ ചിത്രത്തെക്കുറിച്ച് മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഈ കാലത്തും ഏത് കാലത്തും ഇനി ഒരു 2 നൂറ്റാണ്ട് കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാൽ പോലും ഈ ഒരു സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ തങ്കലിപികളിൽ എഴുതി ചേർക്കുമെന്നതിന് ഉറപ്പാണ്. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയാണോ എന്നാണ് ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. അത്രമാത്രം റിച്ച് ആയിട്ടുള്ള, അത്രമാത്രം ഹെവി ആയിട്ടുള്ള ടെറൈനുകൾ, വളരെ വളരെ മികച്ച സിനിമാറ്റോഗ്രാഫി, സുജിത് വാസുദേവന്റെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയണം. ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് ഈ സിനിമ കൊണ്ടുപോയത്. അത് എന്തൊക്കെ ലെൻസാണ് ഉപയോഗിച്ചത്, അതിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയാനുള്ള ഒരു എക്സ്പീരിയൻസിൽ കിട്ടിക്കൊന്നുമല്ല. ഒരു സാധാരണ പ്രേക്ഷകന്റെ പെർസ്പെക്റ്റീവ് എന്നുകൊണ്ട് ഞാൻ പറയുമ്പോൾ വളരെ മികച്ച ഒരു സിനിമാറ്റോഗ്രാഫി, വളരെ മികച്ച ഒരു സംവിധാനം. പൃഥ്വിരാജ് കുമാരൻ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഹോളിവുഡ് ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമ. അതായത് മലയാള സിനിമയെ ഹോളിവുഡുമായിട്ട് കിടപിടിക്കാൻ തക്ക രീതിയിൽ നിർമ്മിച്ച മികച്ചൊരു സിനിമ ആവിഷ്കാരമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ കഥാപരിസരം എന്തും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ പശ്ചാത്തലം എന്തും ആയിക്കൊള്ളട്ടെ, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മികച്ച സിനിമയെന്ന് ഞാൻ പറയും. കാരണം അത്രമാത്രം റിച്ച്നെസ് ഉണ്ട് ഇതിനകത്ത്. ഇത്ര ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ പണം ചിലവാക്കി തന്നെ ഓരോ ഫ്രെയിമുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞു ഈ ചിത്രത്തിൽ നാച്ചുറൽ ലൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ലൈറ്റപ്പ് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് എവിടെയും ഒരു സീൻ പോലും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഹോളിവുഡ് സിനിമയുടെ അതേ ഫ്രെയിമും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ, 3-4 ഹെലികോപ്റ്ററുകൾ യൂസ് ചെയ്തിട്ടുള്ള പല സീനുകൾ, ഗൺ ഷോട്ടുകൾ, യൂസ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂംസ്, അതേപോലെ ഓരോ കഥാപാത്രത്തെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ്, ഇതൊക്കെ വളരെ 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 ഡീപ്പായിട്ടും മികച്ച രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ കാശ്മീർ പോലെ, അല്ലെങ്കിൽ ഇറാഖ്, സെനഗൽ, അതായത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക, ഇങ്ങനെ ഒരു ലോകത്തെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പോയി ഓരോ ടെറൈനുകൾ സെലക്ട് ചെയ്ത് ഒരൊറ്റ സീനാണെങ്കിൽ പോലും ആ സീനിന്റെ ചാരുത ചോർന്നു പോകാത്ത രീതിയിൽ അതിനെ ഷൂട്ട് ചെയ്ത് അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് പ്രസന്റ് ചെയ്ത പൃഥ്വിരാജ് കുമാറിന് ഒരു നല്ല ഗൈഡ് തന്നെ അർഹിക്കുന്നു. അതേപോലെ മുരളി ഗോപിയുടെ തിരക്കഥ, ആദ്യത്തെ 20-25 മിനിറ്റോളം ഇത് നമ്മുടെ രാജ്യത്ത് പണ്ട് സംഭവിച്ച ഒരു ദുരന്തത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് കഥ പറഞ്ഞു വരുന്നത്. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് അത് സമ്മാനിച്ചത്. കണ്ടിരിക്കുന്ന ഓരോ ഭാരതീയന്റെയും നെഞ്ച് പടയ്ക്കുന്ന രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് സിനിമയുടെ ആദ്യത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തെ വെച്ചുകൊണ്ടാണ് ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മതസംഘടനകളൊക്കെ ഈ സിനിമയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയായിട്ട് കാണുക. ഇത് ഒരു വ്യക്തിയുടെ ഒരു വ്യക്തികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിനെതിരെ നമ്മൾ ഇത്രയധികം ഇറിറ്റേറ്റഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് വളരെ മികച്ച ലോകോത്തര സൃഷ്ടിയാണെന്നല്ല പറയുന്നത്, പക്ഷേ വളരെ ഒരു നല്ല സിനിമ, നമുക്ക് ഏതൊരു കാലത്തും ഓർത്തിരിക്കാവുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. ആ സിനിമയായിട്ട് കണ്ടാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അതിനകത്തുള്ള രാഷ്ട്രീയമോ അതിൻ്റെ കഥാപരിസരമോ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് നമ്മൾ വെറുതെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ അതിൻ്റെ ഒരു സിനിമ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ അതിനെ ആസ്വദിക്കുക, അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ മലയാള സിനിമ ആസ്വാദകരായിട്ടുള്ള എല്ലാവരും ഈ സിനിമ ഒരു വട്ടമെങ്കിലും കണ്ട് ഈ സിനിമയെ വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.